വെൽക്കം ബാക്ക് ടു എറാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ് വിഭവമാണ്. അതിൻ്റെ പേരാണ് അമ്മിണിക്കൊഴുക്കട്ട. നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഈ അമ്മിണിക്കൊഴുക്കട്ട എന്ന് പറയുന്നത് മധുരമുള്ളതല്ല, അതൊരു സേവറി ഐറ്റമാണ്. ഇതിൻ്റെ മാവെന്ന് പറയുന്നത് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ അതിന് ചെറിയ പിടിയുടെ ഉണ്ട ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കി ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ അമ്മിണിക്കൊഴുക്കട്ട. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ അമ്മിണിക്കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഇതുപോലെ അപ്പം, ഇടിയപ്പം, പത്തിരി ഇങ്ങനെ അതിനുള്ള നൈസായിട്ടുള്ള പൊടി വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. അത് വെച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പൊടി കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഞാൻ 1/2 കപ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഇപ്പോൾ തിളപ്പിക്കാൻ വെക്കുവാണ്. അപ്പോൾ നമുക്ക് തിളപ്പിക്കാനായിട്ട് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പോട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക. അതിനുശേഷം ബാക്കി എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ എന്താണെങ്കിലും ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് നെയ്യ്, ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പിന്നെ വേറൊരു സമയത്ത് കാണിച്ചു തരാം. നമ്മൾ തിളപ്പിച്ച വെള്ളം ഈ പൊടിക്കകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്കിതാണ് കുറച്ചുകൂടെ കംഫോർട്ടബിൾ, തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുന്നത്. ചിലരാണെങ്കിൽ തിളച്ച വെള്ളത്തിനകത്തേക്ക് പൊടിയിടും. രണ്ടായാലും ഒരുപോലെ തന്നെയാണ് കേട്ടോ, രണ്ട് രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ കുഴച്ചെടുക്കണം. അപ്പം ഇതെല്ലാം നന്നായിട്ട് ഇപ്പം ഇത് കുഴച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്ത് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് സ്റ്റീം ചെയ്യാനായിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം തന്നെ അങ്ങ് അടുപ്പത്ത് വെച്ചേക്കാം. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇത്രയൊക്കെ സൈസ് മതി കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഉരുട്ടി എടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും തൂത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുണ്ട്, ഈ ഒരു സൈസ് മതി. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പൊടി മുഴുവനും ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിന് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, കാരണം നമ്മൾ കുറച്ച് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒത്തിരി സമയം എടുക്കത്തില്ല. പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ 1-2 പേരൊക്കെ കൂടി ഉരുട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ. നമ്മൾ ഈ പിടിക്കൊക്കെ ഉരുട്ടിയല്ലേ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഇത് മുഴുവൻ ഉരുട്ടി കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് ഈ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. നമുക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. നമുക്ക് അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചേക്കാം. കാരണം ഇതൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മളിത് കടുകൊക്കെ പൊട്ടിച്ച് ആഡ് ചെയ്യുന്നത്. നമ്മുടെ അമ്മിണിക്കൊഴുക്കട്ടയുടെ കോഴിക്കോട്ടയൊക്കെ വെന്ത് കഴിഞ്ഞു. അത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ഏതാണ് ഇഷ്ടം അത് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടാൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പോടെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ മാത്രം മതി, കാരണം ഇത് കുറച്ച് കൊഴുക്കട്ടയല്ലേ ഉള്ളൂ. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം തന്നെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്ന് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട ഉഴുന്നൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്, അത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും എല്ലാം തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ തണുത്ത കോഴിക്കോട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞു. നമ്മുടെ തേങ്ങയും ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കോഴിക്കോട്ട ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ തേങ്ങയൊക്കെ ആഡ് ചെയ്തല്ലോ, അതിന് വേണ്ടി ഒരു കുറച്ച് ഉപ്പ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സ്വാദിഷ്ടമായ അമ്മിണി കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് അമ്മിണി കോഴിക്കോട്ട ഉണ്ടാക്കുന്നതെന്ന്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ചില സമയത്ത് കോഴിക്കോട്ട ഉണ്ടാക്കുമ്പം അതിനകത്ത് ഫില്ലിങ് തീർന്നു പോകുമ്പം മാവൊക്കെ മിച്ചം വരും അല്ലേ. ആ മാവ് കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ മാവ് കുഴയ്ക്കുന്നതും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്ന വേണാട് പാൽക്കൊഞ്ച്, അത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.